السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, പീസ് റേഡിയോ എന്ന പദം നമ്മുടെ പ്രബോധന വീഥിയിൽ ഇന്ന് വളരെ സുപരിചിതമായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ സംഘടനയുടെയോ മതിൽക്കെട്ടുകളില്ലാതെ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇസ്ലാമിക സന്ദേശവുമായി നമുക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന ഒരു ചാനലാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത്. ആര് അത് കാണുന്നു, ആരത് കേൾക്കുന്നു എന്നത് നമ്മൾ അന്വേഷിക്കുന്നതിനേക്കാൾ ധാരാളക്കണക്കിന് ആളുകൾ അതിൽ കയറി ഇറങ്ങുന്നുണ്ട്. മറ്റൊരു പ്രസംഗവും പ്രഭാഷണവും ഇസ്ലാമിക പരിപാടികളും അയാൾ കേൾക്കുന്നില്ലെങ്കിൽ പോലും ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നും പീസ് റേഡിയോയിലൂടെ അദ്ദേഹത്തിന് ആവശ്യമായ മുഴുവൻ വിജ്ഞാനങ്ങളും വിശ്വാസപരമാവട്ടെ, കർമ്മപരമാവട്ടെ, സാമൂഹികമാകട്ടെ, കുടുംബപരമായ കാര്യങ്ങളാവട്ടെ, ഏത് മേഖലയിലും തൻ്റെ വീട്ടിൽ, തൻ്റെ വ്യക്തിത്വത്തിൽ, തൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഏത് വിധത്തിലുള്ള സ്വാധീനമാണ് ഉണ്ടാവേണ്ടത് എന്നയാൾ ആഗ്രഹിക്കുന്നു, അതൊക്കെ പീസ് റേഡിയോയിലുണ്ട്. മാഷാ അല്ലാഹ്, എല്ലാ വിധത്തിലുള്ള മതപരവും ഭൗതികവുമായ എല്ലാ വിഷയങ്ങളും സന്നിവേശിച്ചിട്ടുള്ള ഏതാനും അക്ഷരങ്ങളാണ് പീസ് റേഡിയോ. നമ്മുടെ നടത്തം ആരംഭിച്ചിട്ട് 10 കൊല്ലമായി. പീസ് റേഡിയോയുടെ തുടക്കം മുതൽ ഏകദേശം ദശവർഷം പിന്നിട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അതെത്രയോ കാലം മുന്നിട്ട് നിൽക്കുകയും സമൂഹത്തിന് ആവശ്യമായ വളരെ നല്ല നല്ല ഫീച്ചറുകൾ, കോഴ്സുകൾ നൽകി ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ അതിൻ്റെ വിദ്യാർത്ഥികളായിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ പ്രബോധനം നിർവഹിച്ചിരുന്നത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് മറ്റു വഴികളൊന്നുമില്ല. ഒരു നോട്ടീസ് അടിച്ച് ഏതാനും പ്രഭാഷകന്മാർക്ക് ചില വിഷയങ്ങൾ നിശ്ചയിച്ച് ആ നോട്ടീസ് പ്രചരിപ്പിച്ച് ചെറിയ വാൾപോസ്റ്റുകൾ എഴുതി വെച്ച് തെരുവുകളിൽ നടക്കുന്ന പ്രസംഗങ്ങളാണ്. മറ്റു വലിയ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അപൂർവമായി ആണ്ടറുതിയിൽ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി എന്ന നിലക്ക് വരുന്ന സമ്മേളനങ്ങൾ, ഇതാണ് മാത്രം മാർഗമുണ്ടായിരുന്നത്. എന്നാൽ പീസ് റേഡിയോ ഇവിടെ തീർത്ത വിപ്ലവം അനിതര സാധാരണമായ ഒരു വിപ്ലവമാണ്. അവിടെ എല്ലാ വിധത്തിലുള്ള സാമൂഹ്യ ശ്രേണിയിലുള്ള ആളുകൾക്കും, ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ അവർക്കാവശ്യമായ മുഴുവൻ വിഭവങ്ങളും വളരെ സമർത്ഥമായി, വളരെ ആസൂത്രിതമായി, വളരെ സംഘടിതമായി നെറ്റ്വർക്കിലൂടെ സ്വരൂപിച്ച് സമൂഹത്തിന് കൃത്യമായി സമർപ്പിച്ചു കൊടുക്കുന്ന ഇത്രയും വലിയൊരു ദഅവ സംരംഭം നമുക്ക് ലോകത്ത് തന്നെ അന്യാദൃശ്യമാണ് എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ പല സംരംഭങ്ങളും ഉണ്ടായിരിക്കാം, എന്നാൽ നമുക്ക് അനുഭവമുള്ളത് പീസ് റേഡിയോ മാത്രമാണ്. സഹോദരന്മാർ, അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സമൂഹം ഇതിനെ ഏറ്റെടുത്തു എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ, ഞാനതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിനോടുള്ള സ്നേഹവും അതിനോടുള്ള ആദരവും അതിൻ്റെ വിജയത്തിലുള്ള അഭിലാഷവും എല്ലാം കൂടിച്ചേർന്ന് പീസ് റേഡിയോയെ നെഞ്ചിലേറ്റിയിട്ടുള്ള ലക്ഷക്കണക്കിന് അനുവാചകന്മാരായ ആളുകൾ, പ്രേക്ഷകന്മാരായ ആളുകൾ, ശ്രോതാക്കളായ ആളുകൾ പീസ് റേഡിയോയിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുകയാണ്. നമുക്ക് ആളുകൾ ധാരാളമായി നമ്മൾ കല്യാണത്തിന് വിളിച്ചിട്ട് അവർക്കാവശ്യമായ വിഭവങ്ങൾ നമ്മൾ വിളമ്പി വെച്ചിട്ടില്ലെങ്കിൽ അത് വളരെയധികം വിഷമമുണ്ടാക്കും.
എന്നാൽ ഇത്രയധികം ആളുകൾ വളരെ കൊതിയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പീസ് റേഡിയോയിൽ വിവിധ പുതിയ സംരംഭങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രോതാക്കളുടെ അറിവിലേക്കുള്ള ജിജ്ഞാസ അത് ശമിപ്പിക്കുവാനും അതിന് ഉത്തരം നൽകുവാനും ഈ പീസ് റേഡിയോയുടെ സംഘാടകർ അവിശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പുതിയ കോഴ്സുകൾ വരുമ്പോൾ ഒരുപാട് പുതിയ ആളുകൾ ഇതിൻ്റെ ഭാഗങ്ങളായി മാറിക്കഴിയുന്നു. ചോദ്യോത്തരങ്ങൾ തന്നെ എത്രയോ ആളുകളെ ഈ പീസ് റേഡിയോയുമായി അടുപ്പിച്ചു. അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ പരിസരത്തുള്ള ഒട്ടനേകം പ്രശ്നങ്ങൾക്ക് ഈ ചോദ്യോത്തരങ്ങളിലൂടെ അവർക്ക് പരിഹാരം ലഭിക്കുന്നു. അപ്പോൾ അവരെല്ലാം അതിൻ്റെ കൃത്യമായ സമയത്ത് ആ ചോദ്യോത്തരത്തിൽ ഹാജരായി അവരുടെ വിഷയങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധ ഖുർആൻ പഠിക്കണം, അതിന് പാരായണം പഠിക്കണം. വേറെ എവിടേക്കും തിരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പീസ് റേഡിയോയെ സമീപിച്ചാൽ കൃത്യമായി നിയമപരമായി തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന രീതിയും അതിനെ മനഃപ്പാഠമാക്കാൻ ആവശ്യമായ സഹായങ്ങളും എല്ലാം അത് പീസ് റേഡിയോയിൽ നിന്ന് കിട്ടും. കൊച്ചു കുട്ടികൾക്ക് നമ്മൾക്ക് മൊബൈൽ എല്ലാവർക്കും വേണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ വേണം, ചായ കുടിക്കണമെങ്കിൽ വേണം, എല്ലാത്തിനും മൊബൈൽ വേണം. പക്ഷേ നിങ്ങളൊരു പീസ് റേഡിയോ വർക്ക് ചെയ്യിച്ച് അവിടെ കയ്യിൽ കൊടുക്കും. ഈ വൃത്തികെട്ട കാർട്ടൂണുകളോ വൃത്തികെട്ട ചിത്രങ്ങളോ അതേ കോമിക്സുകളോ കാപട്യത്തിൻ്റെയും അതുപോലെ തന്നെ അതേ ആഭാസകരമായ കാര്യങ്ങളുടെയും കാഴ്ചകൾ കാണിച്ചിട്ടില്ല കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. നേരെ മറിച്ച് ആ പീസ് റേഡിയോ തുറന്ന് അതിലുള്ള പരിപാടികൾ കുട്ടികളെ കേൾപ്പിച്ച് അതിനോട് അവർക്കൊരു ഇമ്പമുണ്ടാക്കുക, ഖുർആനോട് ഇമ്പമുണ്ടാക്കുക, അതിലെ പരിപാടികളോട് ഇമ്പമുണ്ടാക്കുക. അങ്ങനെയാകുമ്പോൾ ആ കുട്ടികൾ വളർന്നു വരുന്നത് എത്ര നല്ല കുട്ടികളായിട്ടായിരിക്കും എന്ന് നിങ്ങൾക്കത് അനുഭവപ്പെടും. ഞാൻ ദീർഘമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല. അതുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സമൂഹത്തിന് സമർപ്പിച്ച ഒരുപാട് സംരംഭങ്ങളുണ്ട്. ആ സംരംഭങ്ങളിൽ എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു മഹത്തായ ദഅവ സംരംഭമാണ് പീസ് റേഡിയോ എന്നുള്ളത്. അപ്പോൾ അതിനെ നാം എല്ലാ നിലക്കും പിന്തുണക്കണം. അതിൻ്റെ അനുവാചകന്മാരായി പുതിയ ആളുകളെ കണ്ടെത്തണം. ഒരു ബസ്സിൽ കയറിയാൽ ഒരുപക്ഷെ അരമണിക്കൂർ യാത്രയുള്ളവുമ്പോൾ നമ്മുടെ അടുത്ത് സീറ്റിലിരിക്കുന്ന ആളുകളോട് നമ്മൾ നർമ്മ സംഭാഷണങ്ങൾ നടത്തും. ആരാണ് എവിടെയാണ് ഇറങ്ങുന്നതൊക്കെ ചോദിക്കും. കിട്ടിയ ഒരവസരത്തിൽ നമുക്ക് വേണമെങ്കിൽ ആ പീസ് റേഡിയോ ഒന്ന് പരിചയപ്പെടുത്താം. അതിൻ്റെ ഗുണഗണങ്ങൾ പറയാം. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ താല്പര്യത്തിൽ ആ പീസ് റേഡിയോ സാധാരണ ഉപയോഗിക്കുന്ന ആളായിരിക്കും. അങ്ങനെ പ്രശ്നമല്ല. എന്നാൽ അങ്ങനെ അല്ലാത്തൊരാളാണെങ്കിൽ അയാൾക്ക് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുമുട്ടുന്ന ആളുകൾക്കിടയിൽ ഇതിൻ്റെ വ്യാപകമായ പ്രചാരണം നിർവഹിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളിലെല്ലാം നിക്ഷിപ്തമാണ്. അത് നമ്മൾ ചെയ്യേണ്ടതാണ്. സഹോദരന്മാരെ, ആ ആൾക്ക് പീസ് റേഡിയോ കൊണ്ട് ഉണ്ടാകുന്ന എല്ലാവിധത്തിലുള്ള ഗുണഗണങ്ങൾക്കും അത് പരിചയപ്പെടുത്തിയ നമുക്കൊരു കൂലി ഉണ്ടാകും. മൻ ദല്ല അലൽ ഖൈരി കഫഅലിഹി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ നന്മ പ്രവർത്തിച്ചവൻ്റെ ഒരു കൂലി നന്മ പറഞ്ഞു കൊടുത്തവനുണ്ടാകും. അതുകൊണ്ട് ഒന്ന് പീസ് റേഡിയോയുടെ പ്രചാരണമാണ്. രണ്ട്, പീസ് റേഡിയോ ധാരാളം ഉത്സാഹശീലരായ ഒരു പറ്റം ആളുകളുടെ സംഘടിതമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ധാരാളമായി ഒരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒന്നാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയ ശതമാനം, വലിയ സംഖ്യ വേണമെന്നും പറയുന്നില്ല, ഒരു ചെറിയ ശതമാനം നമ്മൾ പീസ് റേഡിയോയെ സഹായിച്ചു കൊണ്ടിരിക്കണം. എന്നാലേ ആ കിണറ്റിൽ നിന്ന് എപ്പോഴും വെള്ളം കോരിയെടുക്കാൻ പറ്റൂ. വറ്റാത്ത ഉറവയിൽ വിജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ സാമൂഹികമായ ഉപകാരപ്പെട്ട പരിപാടികളിലൂടെയും ഒക്കെ ജനങ്ങൾക്ക് അതിൽ നിന്ന് ധാരാളമായി വെള്ളം കുടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാമ്പത്തികമായി അത് ക്ഷീണിക്കാൻ പാടില്ല. അതിന് നല്ല കരുത്ത്. കാരണം നിങ്ങൾക്കറിയാം, ടെക്നിക്കൽ സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം എത്രയോ വേഗത്തിലാണ് ലോകത്ത് സാങ്കേതിക വിദ്യകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യകൾ മാറുമ്പോൾ നമുക്കിതിൻ്റെ ഉപകരണങ്ങളൊക്കെ മാറ്റേണ്ടി വരും. അങ്ങനെ ഉപകരണങ്ങളുമായി അതിൻ്റെ വില അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒതുങ്ങാത്ത വിലകളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങൾക്കുമുള്ളത്. ചെറിയ കാശിനൊന്നും ചൊട്ടുവിദ്യക്കൊന്നും ആ ഉപകരണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് ഇതിൻ്റെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളിലും ആ നൂതനമായ സാങ്കേതിക വിദ്യകളുമായി താദാത്മ്യം പ്രാപിക്കുന്ന ഒരു പീസ് റേഡിയോയായി ഇതിനെ മാറ്റണമെങ്കിൽ നമ്മളതിന് അത്രമാത്രം ഒരു സഹായം ഈ സംരംഭത്തിന് നമ്മൾ ചെയ്തേ മതിയാകും. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനമാണ്.
നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇതിൻ്റെ പരിപാടികൾ കേട്ടതിന് ശേഷവും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്ക് സാക്ഷികളാകുന്ന അവസരത്തിലും പീസ് റേഡിയോയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആളുകൾക്ക് സംസാരിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനും സാധിക്കണം. അൽഹംദുലില്ലാ, ഇവിടെ ചില പുതിയ കോഴ്സുകൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ പുതിയ ആളുകളെ ചേർത്ത് നമുക്ക് ഈ സംരംഭങ്ങൾ വലിയ വിജയമാക്കി തീർക്കണം. അതിന് സർവശക്തനായ അള്ളാഹു സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആരോഗ്യത്തിനും മാനസികമായ അവരുടെ സ്വസ്ഥതയ്ക്കും അതുപോലെ തന്നെ സ്ഥിരോത്സാഹത്തിനും സർവശക്തനായ നാഥൻ അവർക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സംരംഭം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.